فورثه أبواه فلأمه الثلث فإن كان له إخوة فلأمه السدس من بعد وصية يوصي بها أو دين آباؤكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن الله كان عليما حكيما. ഇവിടെ ഖുർആൻ പറയുന്നത് ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ, പെണ്ണിന്റെ രണ്ടരട്ടി ആർക്ക് കിട്ടും? ആണിന് കിട്ടും. എന്താണ് ഇതിന്റെ തത്വം? സത്യത്തിൽ പെണ്ണിന്റെ രണ്ടരട്ടി കിട്ടുന്നത് അനീതിയല്ലേ എന്ന്. പെണ്ണിന്റെ രണ്ടരട്ടി ആർക്ക്? അപ്പൊ ആണിന്റെ പകുതിയാണ് ആർക്ക്? പെണ്ണിന്. ഇസ്ലാം ഈ നിയമം മാത്രമല്ല പറഞ്ഞത് എന്ന് ചിന്തിക്കണം. സത്യത്തിൽ പെണ്ണിന്റെ മാല് ഇന്ദഹ അമാനത്തുല്ലി ഹയാത്തിഹ, അവൾക്കൊരു അമാനത്ത് മാത്രമാണ്. ഇതിന് ചെലവാക്കേണ്ടതില്ല. ചെലവ് എന്താണെങ്കിലും ആരുടെ പേരിലായിരിക്കും? ആണുങ്ങളെ പേരിലായിരിക്കും. മനസ്സിലായില്ല? ആണിനോ ഇരട്ടി കിട്ടിയാലോട്ട് മതിയാവൂല്ല. പിന്നെ അവൻ മൈസത്തിന് കഴിയുന്നത് കൊണ്ടാണ് അവിടെ നിർത്തിയത്. നല്ലപോലെ ചിന്തിക്കണം. പെണ്ണിന്റെ ഇരട്ടി ആർക്കുണ്ട്? ആണിനുണ്ട്. പക്ഷെ പെണ്ണിന് പണം കൊണ്ടൊരു ഉപയോഗവും ഇല്ല. അവളെ മുഴുവൻ ഉത്തരവാദിത്തം ആർക്കാ? നോക്കൂ, ഞാൻ പറയല്ല. അന്നൽ മറാത്ത ചെലവും മറ്റാവശ്യങ്ങളുമെല്ലാം അതെല്ലാം ഭർത്താവ് മരിച്ചാൽ ഉമ്മാക്ക് ചെലവാക്കേണ്ടതാരാ? ഉമ്മാക്ക് 8/1 കിട്ടി. 8/1 ഉമ്മാക്കോ? നമുക്കറിയാലോ, ഉമ്മമാരെ 8/1 ഉമ്മമാരെ മരണം വരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് മരിച്ചിട്ട് ആർക്കും എങ്ങാണ്ട് ഓരി വെക്കും, ഇല്ലേ? അത് ഓരി വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഭർത്താവ് മരിച്ചാൽ സമ്പത്ത് ഉമ്മാക്കുണ്ടെങ്കിലും ഉമ്മയെ സംരക്ഷിക്കേണ്ട ആളാരാ? മകൻ. മക്കളില്ലെങ്കിൽ ആരാ? ബാപ്പ. സ്വതക്ക കൊടുക്കുന്ന സ്വഹാബിയെ റസൂലുള്ളാഹി തടഞ്ഞു. ആ സ്വഹാബികളുടെ ഒരു മകൾ മുത്തല്ലഖത്തായ വിധവയായിരുന്നു. മനസ്സിലായില്ല കേട്ടോ. ഒരു സ്വഹാബി സ്വതക്ക കൊടുത്തു. അപ്പോൾ ആ സ്വഹാബിയുടെ ഒരു മകളുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇവിടെയല്ല നീ തരേണ്ടത്. നിന്റെ മകൾ നിന്റെ അടുത്തേക്ക് ഒന്നുമില്ലാതെ മടങ്ങി വരുന്ന സമയത്ത് അവൾക്ക് നീ കൊടുക്കുന്ന സദഖയാണ് ഇവിടെ കൊടുക്കുന്ന സദഖയേക്കാൾ പ്രധാനമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അപ്പോൾ പെണ്ണിന് 8/1 4/1 പകുതി എന്താണെങ്കിലും പെണ്ണിനത് അമാനത്താണ്. ഇവരൊക്കെ അങ്ങോട്ട് ഇല്ലാതെ ആയാലും ഇവരുണ്ടെങ്കിൽ ആരെന്നെ? നിങ്ങൾ ഉറങ്ങല കാര്യം മനസ്സിലാക്ക്. വലിയ ഉമ്മ തെനാട്ടിയ, പക്ഷെ അമ്മക്ക് ചെലവിന് നോക്കണ്ട ആരാ? ഉമ്മാന്റെ കാര്യം നോക്കണ്ട ആരാ? മകൻ. മക്കൾ പ്രായപൂർത്തിയും റഷീദുമാകുന്നത് വരെ മാത്രമേ മക്കൾക്ക് ചെലവിന് കൊടുക്കേണ്ട ബാധ്യത ബാപ്പാർക്കുള്ളൂ. ഏകദേശം ഒരു 15-16 വയസ്സ്, ചിലപ്പോൾ 15 മാത്രം റഷീദോടുകൂടെ അന്ന് തന്നെ പ്രായപൂർത്തിയായ ഒരു കാര്യത്തിനൊക്കെ തിരിഞ്ഞവനായാൽ അത്രേ ഉള്ളൂ. ഇനി ബാപ്പാക്ക് മക്കൾ എത്ര കൊല്ല ചെലവിന് കൊടുക്കേണ്ടത്? തിരിച്ച് 15 നേരെ അങ്ങോട്ട് തിരിഞ്ഞു. മകന് 15 വയസ്സായപ്പോൾ നേരെ ടോക്കൻ അങ്ങോട്ട് തിരിഞ്ഞു, അങ്ങോട്ട് മറിഞ്ഞു. ഇനി ബാപ്പാക്ക് എത്ര കാലം ചെലവിന് കൊടുക്കണം? മരിക്കണത് വരെ. മരിച്ചാലും കൊടുക്കണം. ബാപ്പാക്ക് സ്വതക്ക ചെയ്യണം. അതറിഞ്ഞിട്ടില്ലേ? ബാപ്പാക്ക് വേണ്ടി സ്വതക്ക ചെയ്യണം. എന്തൊക്കെയാ ബാപ്പാക്ക് ബാക്കിയുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിസ്കരിക്കുക, ബാപ്പാന്റെ കടമ്പ് വിട്ടോ, ബാപ്പാക്ക് സ്വതക്ക ചെയ്യുക. പിന്നെ ഹബീബായ റസൂലുള്ളാഹി ബാപ്പാന്റെ പേരിൽ സ്വതക്ക ചെയ്യുക. ബുഖാരിയിലുണ്ട് ഹദീസ്. മനസ്സിലാവണില്ലേ? എന്റെ കാലവധില്ല. എങ്ങനെ ആ ഉത്തരവാദിത്തണ്ടൻ. ബാപ്പാക്ക് മക്കളെ മേൽ കുറഞ്ഞ കാലേ ഉത്തരവാദിത്തമുള്ളൂ. മക്കൾക്ക് ബാപ്പയുടെ മേലും ഉമ്മാന്റെ മേലും ഉത്തരവാദിത്തം തീരുകയില്ല. അതന്നെ. എന്നിട്ട് ഇങ്ങനെ പറയുന്നത് അവളെ പറയുന്നു, അതോട് പറയണം. അതിന്റെ താഴെ പറയുന്നുണ്ട് ബാപ്പാക്ക് വേണ്ടി സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരിച്ചപ്പോൾ സഅദ് ഓടി വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ഉമ്മ മരിച്ചുണ്ടാവേണ്ടത്. റസൂലുള്ളാഹി വേഗൊരു കിണറൂത്ത്. മദീനയിൽ നിന്ന് വെള്ളക്ഷാമുള്ള കാല, വേറൊരു കിണറൂത്ത്.
ഉമ്മാക്ക് നേർച്ചയാക്ക്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരിച്ചുപോയി. സഅദ് ബിൻ ഉബാദയുടെ ഉമ്മ മരിച്ചുപോയി. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് സഅദ് ഓടി വന്നു. നബിയെ, ഉമ്മ മരിച്ചിട്ടുണ്ട്, എന്താ വേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഒരു കിണർ വേങ്കുത്ത്, എന്നിട്ട് അതിന്റെ വെള്ളം ആർക്ക് നേർച്ചയാക്ക്? ഉമ്മാക്ക്. അതായത് വെള്ളം നാട്ട് ഉമ്മ മരിച്ചുപോയില്ലേ, വെള്ളം ഇനി ഉമ്മ കുടിക്കൂല, ഉമ്മ മരിച്ചുപോയി. ഇനി നാട്ടുകാർക്ക് വേണ്ടി ഒരു പൊതുവായ കിണർ കുത്തി കൊടുക്കുക. അതിന്റെ പ്രതിഫലം ആർക്ക് ലഭിക്കണം? മരിച്ചുപോയ ഉമ്മാക്ക്. എങ്ങനെയുണ്ട്? ഇതൊക്കെ വിശദമായി നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. ഉമ്മാക്ക് ഒരു 8 4 ഇതൊക്കെ കിട്ടിയാൽ പെങ്ങളാണെങ്കിൽ ആര് നോക്കണം? ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവ്, ഇല്ലെങ്കിൽ ബാപ്പ, ഇല്ലെങ്കിൽ ആങ്ങള നോക്കണം. നമ്മളങ്ങനെ വിറപ്പിച്ച് നടന്നാൽ പോരാ, ഇതൊക്കെ നോക്കണം. ഇവൾക്ക് കിട്ടിയത് പിന്നെ എന്താവും? തൊട്ടിട്ടില്ല. മക്കൾ നോക്കൂ നിങ്ങൾ, എന്തൊക്കെയാ? അതുപോലെ തന്നെ ഇതൊക്കെ അവരുടെ മേൽ അവളെ മേൽ സംരക്ഷിക്കേണ്ടത് അവരെ അസ്ലിന്റെയും ഫറഇന്റെയും ബാധ്യതയായിരിക്കും. ഒരാൾക്കും ചെലവഴിക്കേണ്ട ബാധ്യത ആർക്കില്ല? പെണ്ണിനില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ചെലവിന് കൊടുക്കുന്നുണ്ട്, തരുന്നുണ്ട് എനിക്ക്, എന്നാൽ എനിക്കും കുട്ടികൾക്കും മതിയാവുന്ന അത്ര ചെലവിന് തരുന്നുമില്ല. ഞാൻ കട്ടെടുത്തോട്ടെ നബിയെ എന്ന് ചോദിച്ചു. അബൂ സുഫിയാന്റെ ഭാര്യ വന്ന ഹബീബ നബിയോട്, പെണ്ണുങ്ങൾക്ക് വേണമല്ലോ ഈ ദിവസമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു സമാധാനം, മനസ്സിലായില്ലേ? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ റജുലുൻ ഷഹീഹുൻ, ഈ പെരെ ചെലവാക്കാനൊക്കെ കുറച്ച് പിടുത്ത, വാന ആഹുറുമിൻ മാലിഹി വഹുവ ലാ യഅരിഫു, അദ്ദേഹം അറിയാതെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് കട്ടോട്ടെ എന്ന് ചോദിച്ചു. കക്കാൻ ഒരാൾക്ക് മാത്രം അനുവാദമുള്ളത്. അത് പറയണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളെ ഉറക്കം കണ്ടിട്ട് ഇന്ന് അത് പറഞ്ഞു കൊടുത്താൽ നിങ്ങളെ ഭാര്യമാരെ മേലെ ഒരു ശല്യം ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ചിന്തിക്ക് നോക്കൂ നിങ്ങൾ. അപ്പോൾ റസൂൽ മിണ്ടിയിലെ കുറച്ച് പിന്നെ പറഞ്ഞു, ബിൽ മഅറൂഫ്, നല്ല നിലക്ക് എടുക്കണേ. അതായത് കീശ പൊളിയരുത്, ദേശമൊക്കെ അങ്ങോട്ട് എടുത്ത് അത്രേ പാടുള്ളൂ, അല്ലാതെ എന്നും ബിരിയാണിക്ക് മാത്രം എടുക്കരുത്. ബിൽ മഅറൂഫ്, കട്ടെടുക്കാൻ അനുവാദമുള്ള സമ്പത്തുണ്ടെങ്കിലും ചെലവിന് കൊടുക്കേണ്ടവൻ ആരാ? ഭർത്താവാ. കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൾക്ക് സമ്പത്ത് ഉണ്ടെങ്കിലും അവൻ്റെ മുതലിൽ നിന്ന് കട്ടെടുക്കാൻ ദുനിയാവിൽ ഒറ്റാൾക്ക് അവകാശമുള്ളത് പെണ്ണിനാ. പിന്നെന്തിനാ പെണ്ണിന് മുതൽ? അപ്പോൾ പെണ്ണിന്റെ ഈ പകുതിയോ അവൾക്ക് അമാനത്താകുന്നു. എങ്ങാനും ഒരു സുനാമി വന്നിട്ട് എല്ലാവരും മരിക്കുകയാണെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഒറ്റക്കെണീറ്റ് നിൽക്കും എന്നതിനുള്ള ഒരു അമാനത്ത. സുനാമി വരുന്നവരെ അവൾക്ക് സ്വന്തം മുതലുണ്ട് ഒരാവശ്യം. ചിന്തിക്ക്. പാപ്പാക്ക് കൊടുക്കണം, ഉമ്മാക്ക്, മക്കൾക്ക്, പിന്നെ വലഞ്ഞ പെങ്ങന്മാര്, ചേട്ടന്മാര്, അനുജന്മാര് എല്ലാവർക്കും ആര് കൊടുക്കണം? ആണുങ്ങൾ കൊടുക്കണം. പാപ്പാക്ക് ആണ് കൊടുക്കണം, ഉമ്മാക്കാണ് കൊടുക്കണം, മക്കളെ നോക്കണം. പിന്നെയോ കുടുംബത്തിൽ വലഞ്ഞവരെ ആര് നോക്കണം? ഒക്കെ ആണുങ്ങൾ നോക്കണം. ഇതൊന്നും ആർക്ക് ബാധ്യതയില്ല. പെണ്ണിന് കൈ കിട്ടിയോണ്ട് വെറും അമാനത്ത് മാത്രമാണ്. നഫഖാത്തുർ റജുലി അക്തറു വഇൽതിമാസാത്തുൽ മാലിയ അൽഖമു ഫഹാജത്തുഹു ഇലൽ മാലി അക്ബറു മിൻ ഹാജത്തിൽ മർഅതി. പെണ്ണിനേക്കാൾ മുതൽ ഏറ്റവും അത്യാവശ്യം ആർക്കാ? അർറജുലു യദ്ഫഉ മഹ്റ. മനസ്സിലായില്ല? പെണ്ണൊന്നും കൊടുക്കണ്ട, അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. മനസ്സിലായില്ല? ഭയങ്കര പണ്ഡിതന്മാർ എഴുതി വെച്ചത്. പെണ്ണിനൊരു ബാധ്യതയില്ല. പിന്നെയും അവൾക്ക് എന്റെയും ഈ അനന്തരം കിട്ടിയതിന്റെ പുറത്ത് എന്തും കിട്ടും, മഹറും കിട്ടും, ചെലവ് അവിടുന്ന് നടത്തിയും കിട്ടും, മഹർ അവളുടേതാണ് താനും. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായോ എന്തൊക്കെ ഇപ്പൊ അവൾക്ക് കിട്ടിയത്? അവൾക്ക് ബാപ്പാന്റെ അനന്തരവും കിട്ടി, അവൾക്ക് മഹറും കിട്ടി, പിന്നെ എന്തും കിട്ടി? ചെലവ് മുഴുവനും അവിടുന്ന് നടന്നും പോവും. എല്ലാം മിനൽ മലാബിസി വൽ മതാഇമി, ഭക്ഷണം, വസ്ത്രം, വസ്സുക്കിന, പാർപ്പിടം എല്ലാം കൊടുക്കേണ്ടത്. ത്വലാഖ് ചെല്ലിയാൽ പോലും